വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ പഫ്സ് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായി വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന സമയം വരെ നമുക്ക് ഇത് ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം സവാള ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം സവാള ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ആവശ്യത്തിന് കുക്കായതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പെരുംജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം 1/4 ടീസ്പൂണിൽ താഴെയാണ് ചേർക്കുന്നത്. ഗരം മസാലയും അതുപോലെ തന്നെ പെരുംജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണിൽ താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ പകുതി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തക്കാളിക്ക് പകരം വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തതിന് ശേഷം മസാല ഒന്ന് കുക്കാവുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ തക്കാളിയെല്ലാം ഒന്ന് മാഷായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ്. 3 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ആ മസാലയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ മുട്ട ഈ രീതിയിൽ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മസാല നന്നായി തണുത്തതിന് ശേഷം പഫ്സ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ റെഡിമെയ്ഡ് പേസ്ട്രി ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മസാല ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം മുട്ട പകുതിയാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം 6 പഫ്സാണ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിനുശേഷം അതിൻ്റെ 4 അരികും ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ ബാക്കിയുള്ള പേസ്ട്രി ഷീറ്റ്സിലും ഞാൻ ഇതേപോലെ തന്നെ മസാല ഫിൽ ചെയ്തതിന് ശേഷം ആ എഗ്ഗിൻ്റെ പകുതി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ 4 സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ ആദ്യം 2 അറ്റം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത 2 അറ്റം കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫില്ലിങ്സ് എല്ലാം ഇവിടെ തയ്യാറാക്കിയതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് നമ്മുടെ ഫില്ലിങ്സ് എല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതിന് മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ പഫ്സിൻ്റെ മുകളിലായിട്ട് നല്ല ഷൈനിങ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഗ് വാഷിന് പകരം നിങ്ങൾക്ക് പാലും ചേർത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ എഗ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുൻപായി ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തെടുത്ത ഓവനിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് ഞാനിവിടെ ബേക്കിംഗ് ടൈമായി ആവശ്യമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ എഗ് പഫ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.